കാര്യങ്ങൾ ദൈവം എന്നെ പഠിപ്പിച്ചത്. എപ്പോ ഭൂതം കീഴടങ്ങും? യാക്കോബ് ലേഖനം 4-ാം അധ്യായം 7-ാം വചനത്തിൽ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാസിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ പിശാസ് നിന്നെ വിട്ട് ഓടിപ്പോകും. ആമേൻ. ദൈവത്തിന് കീഴടങ്ങിയാൽ പിശാസ് നിനക്ക് കീഴടങ്ങും. ദൈവത്തിന് നീ കീഴടങ്ങാതെ യേശുവിൻ്റെ നാമം ഉച്ചരിച്ചാൽ പിശാസ് നിന്നെ കീഴടക്കും. മനസ്സിലായവർ കൈകളെ തട്ടണം. ഒരിക്കൽ കൂടെ പറയണമോ? ഈ ദൈവത്തിന് കീഴടങ്ങുക. അല്ലാതെ യേശുവിൻ്റെ നാമം ഉച്ചരിച്ചാൽ പിശാസ് യേശുവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെ കീഴടക്കും. അതാണ് സംഭവിച്ചത്. ദേശാന്തരികളായി നടക്കുന്നവർ, ദൈവത്തിന് കീഴടങ്ങാത്തവർ യേശുവിൻ്റെ നാമം കയ്യിലെടുത്ത് 100 ആണ്ട് കാത്തിരുന്ന് കിട്ടിയ ഇസഹാക്കിന് ദൈവകൽപ്പന പ്രകാരം ഹോമയാഗം എന്നവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നെങ്കിലും കുഴിച്ചിടാൻ കൊണ്ടുപോകുന്ന അബ്രഹാം മോറിയ പർവ്വതത്തിൽ ദൈവം കാണിക്കുന്ന കുന്നിന്മേൽ യാഗമർപ്പിക്കുവാൻ പോകുന്ന ആബ്രഹാം ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ഉൽപ്പത്തി 22:5 ആരാധന കഴിച്ചിട്ട് ദൈവത്തിന് കീഴടങ്ങിയവന് തൻ്റെ ഏകജാതന് കുളിച്ചിടുന്നത് പോലും അവന് ഒരു ആരാധനയാണ്. മനസ്സിലായോ ദൈവജനമേ? ഇനി ഒരു മോനെ കിട്ടണമെന്നല്ല ആബ്രഹാമോട് ദൈവം കൽപ്പിക്കുന്നു, ഇവനെ എനിക്ക് യാഗമർപ്പിക്കുക. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അതുപോലും ദൈവത്തിന് കീഴടങ്ങിയവന് ഉത്സവമാണ്. ആരാധന കഴിച്ചിട്ട് തമിഴ് വേദാகமம் சொல்லுகிறது, திரும்பி வருவோம், ഞങ്ങൾ 2 പേരും ജീവനോട് മടങ്ങി വരും. കൊന്ന ഇസഹാക്കും വരും. പുഷ്പമായ ഇസഹാക്കിനും ജീവൻ നൽകി എന്നോടൊപ്പം മടക്കി വരുത്തും. പ്രാർത്ഥന ദൈവത്തിന് കീഴടങ്ങിയവന് ഒരു ആരാധനയാണ്. ഒരു ഹോമയാഗം, ഒരു മരണം ദൈവത്തിന് കീഴടങ്ങിയവന് ഒരു ആരാധനയാണ്. 2009 ജനുവരി 20 22 വർഷം പ്രാർത്ഥിച്ച് കിട്ടിയ എൻ്റെ അഭിഷേക മോൾ 3 നാൾ ജീവനോട് ഇരുന്ന് 20-ാം തീയതി മരിച്ചു. അതും എനിക്കൊരു ആരാധനയായിരുന്നു. അതിന് ഒരു ആരാധനയായി കണ്ട്. കാരണം അന്നും ഞാൻ കോതമംഗലം ഐക്യ കൺവെൻഷനിൽ പ്രസംഗിച്ചു. അത് എനിക്കൊരു ആരാധന. അത് ആരാധനയായി മാറിയപ്പോൾ 3 വർഷം കഴിഞ്ഞ് അതേ ജനുവരി 20 അഭിഷേക് മോനെ കർത്താവ് എനിക്ക് തന്ന ശരിക്കും ഒരു ആരാധനയായി ദൈവം മാറ്റി. ഞാനും എൻ്റെ മകനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട്, പ്രാർത്ഥന ഉറക്കമല്ല, ആരാധനയാണ്. പ്രാർത്ഥന 2 പേരും മടങ്ങി വരും. ജയം. പ്രാർത്ഥന പരാജയമല്ല, ജയമാണ്. റോമർ 4:19-20 ആബ്രഹാമിൻ്റെ അവസ്ഥ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഭാര്യയുടെ ഗർഭം നിർജീവമായി പോയതും തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ നിർജീവത്വം ഗ്രഹിച്ചിട്ടും താൻ കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ റോമർ 4:20 ശക്തിപ്പെട്ട്
പ്രാർത്ഥന ആരാധനയാണ്, പ്രാർത്ഥന വിജയമാണ്, പ്രാർത്ഥന ബലമാണ്. ആർക്ക്? ദൈവത്തിന് കീഴടങ്ങിയവന്. ആമേൻ. ദൈവത്തിന് കീഴടങ്ങിയവന് പിശാച് കീഴടങ്ങും. ദൈവത്തിന് കീഴടങ്ങാതെ യേശുവിൻ്റെ നാമം ഉച്ചരിച്ചാൽ നീ പിശാചിന് കീഴടങ്ങേണ്ടി വരും. ഭർത്താവ് പ്രോഫറ്റ് സേവിച്ചു, വച്ചിട്ട് പോയത് കടം. 2 രാജാക്കന്മാർ 4:1. എലിശയോട് പഴയ വേലക്കാരന്റെ ഭാര്യ വന്ന് കരയും. എൻ്റെ ഭർത്താവ് പ്രവാചക ശിഷ്യൻ, യഹോവ ഭക്തൻ, ഇന്ന് ജീവനോടില്ല. നിങ്ങളുടെ കുടുംബത്തിൽ വച്ചിട്ട് പോയത് കടം. കടം കൊടുത്ത ആളുകൾ എൻ്റെ 2 ആൺകുട്ടികളെയും വന്ന് അടിമകളായി പിടിച്ചു കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു. സഹായിക്കണമേ. ഒരു കാര്യം ഓർക്കുക, അത്ര ആയിട്ടും ഭർത്താവ് ദൈവവേല ചെയ്ത് കടംഭാരം കൊന്നുകൂടായി എങ്കിലും ആ വിധവ വേറെ ഒരു ദൈവത്തെ അന്വേഷിച്ചവൾ പോയില്ല. അതാണ് ദൈവത്തിന് കീഴടങ്ങിയവൻ്റെ സ്വഭാവം. ആമേൻ. ദൈവത്തിന് കീഴടങ്ങി യേശുവിൻ്റെ നാമം ഉച്ചരിക്കുക. പിശാചിന്റെ മുമ്പിൽ നിൽക്കുകയില്ല. രണ്ടാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, സദൃശവാക്യം 18 10 യഹോവയുടെ നാമം ബലത്ത ഗോപുരം, നീതിമാൻ അതിലേക്ക് ചെന്ന് അഭയം പ്രാപിക്കുന്നു. ഇപ്പൊ ഈ 7 ആളുകളും യേശുവിൻ്റെ നാമം ഉച്ചരിച്ചിട്ടും അവർക്ക് അഭയം കിട്ടിയില്ല. നഗ്നരായി ഓടി പോകേണ്ടി വന്ന്. നീ നീതിമാനായി മാറി യേശുവിൻ്റെ നാമം ഉച്ചരിച്ചാൽ, ദൈവവേദലേ, യേശുവിൻ്റെ നാമം ബലത്ത ഗോപുരം തന്നെയാണ്. ആർ നീതിമാൻ? ഉൽപ്പത്തി പുസ്തകം 15:6, റോമർ എഴുതിയ ലേഖനം 4:3 ആബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അത് ദൈവം ആബ്രഹാമിന് നീതിയായി കണക്കിട്ട്. വയസ്സ് 100ആയി, നാടി നരമ്പുകളുടെ ശേഷി നഷ്ടപ്പെട്ട്, എങ്കിലും ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിൽ വിശ്വസിക്കുന്നു. അങ്ങനെ ആബ്രഹാം നീതിമാനായി. യേശുവിൻ്റെ രക്തത്താൽ ഇന്ന് പുതിയ നിയമസഭ നീതിമാനാക്കപ്പെടുന്നു. കാരണം യേശു പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ, പാപം ഇല്ലാത്തവൻ. 2 കൊരിന്ത്യർ 5:21, 1 യോഹന്നാൻ 3:5, എബ്രായർ 4:15 ആ രക്തത്താൽ ഞാൻ നീതിമാൻ ആക്കപ്പെട്ട്. നീതിമാന് യേശുവിൻ്റെ നാമം ബലത്ത கோபுரம். தமிழ் வேதம் சொல்லுகிறது, நீதிமான் இயேசுவின் நாமம் என்கிற துர்கத்திற்குள் சென்று സുഖമായിരിപ്പാൻ. ആമേൻ. കർത്താവിൻ്റെ നാമം അവനെ സുഖമായി കാത്തുകൊള്ളും. ഇവിടെ മൂന്നാമത്തെ പ്രത്യേകത ഈ 7 പേരെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 19:13 അലഞ്ഞു തിരിയുന്ന ആളുകൾ, അലഞ്ഞു തിരിയും, വാണ്ടറേഴ്സ്, ദേശാന്തരികളായി നടക്കുന്നവർ. വചനത്തിൽ ഒരു കൽപ്പന ഉണ്ട്. സങ്കീർത്തനക്കാരൻ എഴുതുന്നു 92:13
യഹോവയുടെ ആലയത്തിൽ നടുതലായവരായിരിക്കണം. ആമേൻ, ആമേൻ. അതിൻ്റെ അർത്ഥം ദൈവവചനത്തിൽ നീ നടപ്പെട്ടവനായിരിക്കണം. ഇതിൽ എഴുതപ്പെട്ടതിന് പ്രകാരം ഒന്ന് കൂട്ടിയോ ഒന്ന് കുറച്ചോ നീ കേൾക്കരുത്, നീ വായിക്കരുത്, നീ പഠിക്കരുത്, നീ വിശ്വസിക്കരുത്. ഇന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ 5000 രൂപ അവിടെ കിട്ടും. ഓന്ന് കൈ അടിച്ച് അന്യഭാഷയും പോയപ്പോൾ കയ്യിലുണ്ടായിരുന്ന 5000 പിക്ക് പാക്കറ്റ് അടിച്ച് ആശാൻ കൊണ്ടുപോയി. ഇവിടെ എഴുതാത്തത് പഠിപ്പിക്കുന്നവൻ്റെ മുമ്പിൽ പോയി ഇരുന്നാൽ നീ മാത്രമല്ല, നിന്റെ തലമുറയും ശാപം സുമക്കേണ്ടി വരും. Read as it is. Listen as it is. Know as it is. ഇവിടെ എഴുതപ്പെട്ടതിന് പ്രകാരം നീ വായിക്കണം, നീ അറിയണം, നീ ശ്രദ്ധിക്കണം, നീ വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, യേശു നിന്നെ വിശ്വസിക്കണം. അതാണ് സുവിശേഷം. ആമേൻ. ദേശാന്തരികളായി നടക്കുന്നവർ വചനത്തിന് നീ നടുതലയാകണം. ഐസയ്യാ 30:21 നീ വചനത്തിന് നടുതലയായാൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞാൽ നിന്നെ കെട്ടി ബന്ധിച്ചു വച്ചിരിക്കുന്ന ജീവന്റെ വചനം നിന്നോട് സംസാരിക്കും. മകനെ, അതുവല്ല വഴി, നീന്റെ വഴി ഇതാകുന്നു. എന്നാൽ നീ ഉച്ചരിക്കുന്ന യേശുവിൻ്റെ നാമത്തിന് ബലം നിന്റെ ജീവിതത്തിൽ നിനക്ക് വെളിപ്പെട്ട് കിട്ടും. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവൻ യഹോവ ദൈവത്തിൻ്റെ മകൻ, മകൾ. അതാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. ഞാൻ നിന്റെ പിതാ, നീ എൻ്റെ മകൻ, നീ എൻ്റെ മകൾ. എഴുതപ്പെട്ടത് പ്രകാരം വായിക്കുക, അറിയുക, അനുസരിക്കുക. ഒന്നും കൂട്ടി കുറയ്ക്കരുത്. കൂട്ടി കുറച്ച് പ്രസംഗിക്കുന്ന ആളുകളുടെ മുമ്പിലും മുട്ടുകുത്തരുത്. അപകടമാണ്.